ഇനി മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസുകൾ ഇനി ഒറ്റ അന്വേഷണ സംഘത്തിന് കീഴിൽ. ആദ്യ ലൈംഗിക പീഡന കേസ് അന്വേഷിച്ച സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നെന്ന് ആക്ഷേപമുയർന്നതിന് പിന്നാലെയാണ് നടപടി. പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഈ അന്വേഷണത്തിൽ ഉണ്ടാകും. AIG G. പൂങ്കുഴലിക്കാണ് 2 കേസുകളുടെയും അന്വേഷണ ചുമതല. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യ കേസിന്റെ അന്വേഷണം. അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ലഭിച്ചെന്നും രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. ഈ കേസിൽ പിന്നീട് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയാത്തതിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം ഇങ്ങനെ: ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് 15 വരെ നോക്കാൻ വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കണം. മുൻകൂർ ജാമ്യ ഹർജി 15-ന് ഹൈക്കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യം തള്ളിയാൽ ഉടൻ രാഹുൽ വീണ്ടും ഒളിവിൽ പോകാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. അതിനാൽ 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കേരളത്തിലെത്തിയ രാഹുലിനായി നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. രാഹുൽ ഒളിവിൽ കഴിഞ്ഞത് 8 ഇടങ്ങളിലാണെന്നുള്ള വിവരം ലഭിച്ചു. വില്ലകളിലും ഫാം ഹൌസുകളിലും റിസോർട്ടുകളിലുമായിരുന്നു താമസം. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായവും രാഹുലിന് ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.